ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മന്തി കഴിക്കാൻ പോകാനാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കൂടി വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് മന്തി സ്പോട്ടിലോട്ട് പോവാം. ഗൈസ്, എന്തായാലും ഞാൻ അവനെയും കാത്തിങ്ങനെ നടക്കുകയാണ്. അവൻ വരാമെന്ന് പറഞ്ഞ്, പക്ഷേ അറിയത്തില്ല അവൻ വരോ ഇല്ലേ എന്ന്. എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ വെറുതെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരുമായിരിക്കും. അപ്പം വെയിറ്റ് ചെയ്യാം, അവൻ വരും. ഗൈസ്, പിന്നെ നമ്മുടെ നാട്ടിൻ്റെ ഗ്യാസിൻ്റെ ലഭ്യത കാരണം മന്തിയൊക്കെ കിട്ടുമോ ഇല്ലെന്നും അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. മന്തി റെഡി ആവോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് തീ വേണ്ടി വരും മന്തി റെഡിയാവാൻ വേണ്ടി. അപ്പോൾ നോക്കാം കിട്ടുമോ ഇല്ലേന്ന്. ഗൈസ്, അവൻ വരോ ഇല്ലേന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്ന് കട്ട പോസ്റ്റായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, കോട്ട. അങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവണം ഇവിടെ ആൾക്കാരൊക്കെ ഇന്ന് കുറവാണ്. വളരെ തിരക്ക് കുറവുള്ള അവസ്ഥയിൽ നിന്ന്. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ ഗൈസ്, ഇത് എൻ്റെ നാട്ടിലുള്ള ബസ്സാണ്. അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ പത്മ തിയേറ്ററിൻ്റെ അവിടെയാണ് ഉള്ളത്. അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല ഗൈസ്. അതുവഴി നടന്ന് ഞാൻ ചാലയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. കണ്ട് ഇവിടെ നിറയെ ഫ്രൂട്ട്സൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഈ മുടുക്കാണ്. ഈ മുടുക്കിൻ്റെ പേരെനിക്കറിയില്ല. റൂബി നഗർ അങ്ങനെ തോന്നുന്നു. ഞാൻ ഇവിടെ മുമ്പേ വന്നിട്ടൊക്കെ ഉണ്ട്. എനിക്ക് സ്ഥലത്തിൻ്റെ പേരത്ര അറിയത്തില്ല. റൂബി നഗർ എന്നാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ വന്നപ്പോൾ ഒരു ഷോപ്പ് കാണുകയുണ്ടായി. ഗൈസ്, പോപ്പുലർ ഫാൻസി സ്റ്റോർ എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്. ഗൈസ്, ഈ ഷോപ്പ് വന്നിട്ട് ഏകദേശം 25 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. പോപ്പുലർ ഫാൻസി സ്റ്റോർ. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതുവഴി വരുന്നവർ ഈ സ്റ്റോറൊന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ്, ഈ ഷോപ്പുള്ളത് നമ്മുടെ പത്മനാഭ തിയേറ്ററിന് കയറി ചാലിലോട്ട് വരുന്ന വഴിക്കാണ്. ഈ ഭാഗത്തായിട്ടാണ് ആ സ്റ്റോറുള്ളത്. കണ്ടില്ലേ, ഇപ്പോൾ പോപ്പുലർ ഫാൻസി സ്റ്റോർ. ഗൈസ്, അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആ മുടുക്കിറങ്ങി നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞാൻ കുത്തുവാൾ സ്ട്രീറ്റിൽ കയറിയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ പോയ സ്ഥലത്ത് തന്നെ ഞാൻ വന്നിരിക്കുകയാണ്. എന്തായാലും അവൻ ഇനി വരും തോന്നുന്നില്ല. ഞാൻ മന്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കാനാണ് ഞാൻ നോക്കണത് ഇപ്പം. ശരി, അപ്പോൾ ഗൈസ്, അങ്ങനെ മന്തി കഴിക്കാൻ വന്ന ഞാനാണ്. ഇപ്പം എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായി. നടന്ന് ഉപ്പാടും പതപ്പാടും വന്നു. ഞാൻ എന്തായാലും ഒരു കരിക്കും ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. തന്നെ? ഓ, ശരി. നീ വരണില്ലേ? ശരി, ഞാൻ വിളിക്കാം.
ഗൈസ് ഷേക്ക് കുടിച്ചിട്ടൊന്നും ആയില്ല. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു ലൈമും കൂടി കുടിക്കാം. അങ്ങനെ വേറൊരു ഷോപ്പിൽ വന്നിരിക്കുക. വിഷം മാറണില്ല. നല്ല പുളിയുണ്ടെന്ന് തോന്നുന്നു. നല്ല പുളിപ്പുണ്ട് നാരങ്ങേൻ്റെ. എടേ ഞാൻ എവിടെ വറുത്ത് ഷാങ്ങോത്തോണ കാര്യം കുന്നി പോണ തന്നെ. ഇപ്പം സമയം എത്ര ആയടേ? 7 മണിക്ക് ഇറങ്ങൂടാ. ശരി, എങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് അങ്ങോട്ട് പോവും. ഓ തിരിച്ചറിയാം. പിന്നെ 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യാനാ? പോസ്റ്റ് ആവൂലേ? ഓ ശരി. ഗൈസ്, അപ്പോൾ എവിടെയും തീരുമാനിച്ചില്ല. എന്തായാലും ഒന്നെങ്കിൽ ശംഖുമുഖത്ത് അല്ലെങ്കിൽ കനകക്കുന്നിൽ നമ്മൾ പോവും. എന്തായാലും ബോറടിക്കുന്നു. എന്തായാലും തിരിച്ചിറങ്ങി അവിടെ പോയി യൂനെ ലൂഡോ കളിച്ചിരിക്കാം. അപ്പോൾ ശരി, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. എന്തായാലും ഇന്ന് മന്തിയും കഴിക്കാൻ നടന്നില്ല, ഒന്നും കഴിക്കാൻ നടന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ കനകക്കുന്നി വന്നിരിക്കുകയാണ്. അവന്മാർ വരാമെന്നിപ്പോൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അവന്മാരെയും വെയിറ്റ് ചെയ്ത് കനകക്കുന്നി കൂടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കനകക്കുന്നിലുള്ള വ്യൂ കുറച്ച് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഒരു 7 മണി അടുപ്പിച്ചായി. 7 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ. കനകക്കുന്നിൽ ഇങ്ങനെയാണ്. പലരും ജോഗിങ് ചെയ്യാനും പിന്നെ വൈകുന്നേരങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല സെറ്റ് വൈബാണ്. ഇവിടെ ആകെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നിയത് ഒരു റെക്കോർഡ് ഇവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ ഒരു ആഡ് പോലെ. അതാണ് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയത്. വേറെ എല്ലാം അടിപൊളിയാണ് ഗൈസ്. ഗൈസ്, ഈ പൂക്കൾ നോക്കൂ ഗൈസ്, എന്ത് ഭംഗിയല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ ഗൈസ് ഇവിടെ പൂക്കൾ ഇങ്ങനെ കാണാൻ. ഗൈസ്, അങ്ങനെ അവന്മാരെത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ മൊത്തം കിടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരൊരിടത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവന്മാരെ നോക്കാം. ഗൈസ്, കുറേ നടന്നു ഗൈസ്. എത്ര നടന്നിട്ട് അവന്മാരെ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ മാപ്പിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മൊത്തം നടന്നു. അവന്മാർ ഇപ്പുറത്ത് വന്ന് കയറി കളഞ്ഞു. എന്ത് പറയാ
ഗൈസ് അങ്ങനെ അവന്മാരെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. എന്തോ അവിടെ ഉണ്ട്. ഗൈസ് അങ്ങനെ അവന്മാരെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഒരു മിന്നാമിന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. നോക്കൂ, ഓമ്പോ ഇത്രയും വലിയ വെളിച്ചമുള്ളൊരു മിന്നാമിന്നെ. വിളിച്ചോണ്ടോ അത്? ഹലോ, ഞങ്ങള് മോളില് ടോപ്പില് പാലസിന്റെ അവിടെ. ഗൈസ് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു ഫ്രണ്ടും കൂടി വരാമെന്ന് പറഞ്ഞ് അവനും കൂടി വന്നിട്ട് യൂനോ കളിക്കാമെന്നാണ് അവന്മാർ പറയണത്. അവന്മാർ ഫ്രണ്ടിൽ നടക്കണം, അതുകൊണ്ടാണ് ഞാൻ പിറകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവന്മാർ കമൻറ്റ് ചെയ്യും വ്ളോഗ് ചെയ്യുമ്പോൾ. പറ, എന്താണ് റൂൾസ്? അറിഞ്ഞുകൂടാ. എഴുതാൻ തന്നില്ലേ? അതിലത് എഴുതാനുള്ള ഇത് ഷഫിളടാ, ഇത് ഓൾ ഷഫിളാണ്. നീ എടുത്തു നോക്ക്. ഇടിച്ചിന്റെ തല ഞാൻ തിരിക്കും. ഇതുപോലെ കാർഡുണ്ട്, കളർ കാർഡുകളുണ്ട്. നമ്മളിലിപ്പം ഞാനിപ്പോ ഒന്നിട്ടെന്ന് വെച്ചോ, ഞാനിപ്പോ മഞ്ഞ ഇടാം. നിന്റെ ഇപ്പം മഞ്ഞയില് വേറെ 7 ഉണ്ട്, നിനക്ക് 7 ഉണ്ട്, മഞ്ഞയില് 7 ഉണ്ട്. ഇങ്ങനെ ചെയ്ത് ഇനി ജയിക്കണത് ആദ്യം ആരെ കാർഡ് തീരണോ അയാൾ ജയിക്കും. നമ്മള് കാർഡ് ഇട്ടോണ്ടിരിക്കണം. ലാസ്റ്റ് ഒരു കാർഡ് ആകുമ്പോൾ യൂനോ വിളിക്കണം. പിന്നെ ഈ സിമ്പിൾ ഉണ്ടോ? ഇത് റിവേഴ്സ് എന്ന് വെച്ചാ റിവേഴ്സ്. ഇങ്ങനെയാണ് പൊക്കോണ്ടിങ്ങനെ കളി. ഞാനിട്ടു ഞാൻ ഈ കാർഡ് ഇട്ട് കളറിലുള്ള. അപ്പൊ കളി ഇങ്ങനെ പോകും, തിരിച്ചു റിവേഴ്സ് റൊട്ടേഷൻ. ഇന്ത്യയില് ഇതോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഏത് കളർ ആണെങ്കിലും ഇടാം. ഇത് +4 ഏതാണ് ഇടാം. ഇത് 2 ഇല്ല എന്നുണ്ടെങ്കിൽ നീ 2 കാർഡ് എടുക്കണം. ശരി ഗൈസ്, പിന്നെ എന്തായാലും കളിക്കാം. എങ്ങനെ ഷഫ്ലിങ് ചെയ്യാണ്, പൊളിക്കും. അത് കിട്ടിയില്ല, ഒന്നും കൂടി. ഗൈസ് അങ്ങനെ ഞാൻ യൂനോ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാ, ഫസ്റ്റ് അടിച്ചു. എവിടെയും ഫസ്റ്റ് ആയിരിക്കും. ഗൈസ് നമ്മളങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നേരെ കുമാർ കഫേ പോയി ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഗൈസ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണേ.